ഹായ് ഗേസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടത്തെക്കാണ് തിരക്ക് പിടിച്ച് ഓടുന്നത് എല്ലാവരും കാണുന്നുണ്ടാകുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇവിടെ താഷ്കന്തിൽ നമ്മുടെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അറിയാലോ, സ്വാഭാവികമായിട്ടും നമ്മുടെ ജുമാ ദിവസമാണ്. ഓക്കെ, ഇന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിസ്കാരമൊക്കെ ഉള്ളതാണ്. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ അജ്മൽ ബ്രോ. ഓക്കെ, അജ്മൽ ഇതാ മുസല്ലിയും മറ്റേ ബോട്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ബോട്ടിൽ തിരിച്ചു വരുമ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾക്ക് ഈ ക്യാനിൽ കുടിക്കുന്ന വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും. അതിന് ഇപ്പോൾ എത്ര 10 ലിറ്ററിന് എത്ര വരുന്നത്? എത്ര സോമ്? 5000 സോമ്. 10 ലിറ്ററിന് 5000 സോമും 5 ലിറ്ററിന് 2500 സോമാണ് വരുന്നത്. 2500 സോം എന്നൊക്കെ പറയുമ്പോൾ നാട്ടിലെ 17-18 രൂപയൊക്കെ ഓക്കെ അത്ര വരുന്നുള്ളൂ കേട്ടോ. നല്ല കുടിക്കുന്ന വെള്ളം തന്നെ കിട്ടും. ഓക്കെ, ഇവിടെയൊക്കെ കുടിക്കുന്ന വെള്ളത്തിന് പൈസ ഉണ്ട്. അത് വേറെ വരും. ചെറിയ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ 7000 സോമൊക്കെ വരും. 7 സോം നാട്ടിൽ നിന്ന് 10-40 രൂപയൊക്കെ വരും. ഓക്കെ, എന്തെന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഒക്കെ ഉണ്ടോ, ഇന്ന് ജാക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. ജാക്കറ്റിൽ ഇന്ന് മോചനം കിട്ടിയിരിക്കുകയാണ് ഇവിടെ. കാരണം 16-18 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ്. തണുപ്പൊക്കെ പോയി നല്ല അടിപൊളി വെയിലും നല്ല ഇളം ചൂട്, നല്ലൊരു സുഖമുള്ള ക്ലൈമറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ വെള്ളിയാഴ്ച ജുമാൻ്റെ ദിവസമായതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പള്ളിയുടെയും മറ്റുള്ള കാഴ്ചകളും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെയൊക്കെ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ടോ. ഈ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ദിവസം ഇത് ശരിക്കും ബ്ലോക്ക് ചെയ്തിട്ടില്ല ഈ റോഡ് മൊത്തം. കാരണം ഇവിടെ എല്ലാം പള്ളിയിലേക്ക് വരാൻ വേണ്ടി വന്ന ആൾക്കാരുടെ കാറുകളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടുന്ന് ആ 1 കിലോമീറ്റർ അപ്പുറം വരെ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എന്താ അല്ലേ, ഇതാണ് താഷ്കന്തിലെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത. പള്ളിയുണ്ട്, അടിപൊളി പള്ളിയല്ലേ. ഞാൻ ദിവസം ഇതിലേ പോകുമ്പോൾ നോക്കും ഈ പള്ളിയിൽ ഞാൻ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഗൈസ്, ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തത്. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അധികം സംസാരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി. ഇതിവിടെ കാറുകളുടെ പാർക്കിംഗ് കൂടെ അവസാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സാധാരണ ഹൈവേ റോട്ടിലാട്ടോ ഇത് ഈ സംഗതി നടക്കുന്നത്. ഇത് കണ്ടോ, ആൾക്കാരൊക്കെ. പള്ളി അടിപൊളി കേട്ടോ. പള്ളീൻ്റെ ഈ ഒരു സൈഡിൽ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, മറ്റേ സംസി അതുപോലെ തന്നെ കുറേ സംഗതി. അപ്പോൾ ഖുതുബ എങ്ങനെയാണ് ഇവിടെ? എന്താ നാട്ടിലെ പോലെ തന്നെ അല്ലേ, സെയിം. ഓക്കെ, ഇതാ നിസ്കാരത്തിന് മുമ്പ്, ജുമാ നിസ്കാരത്തിന് മുമ്പ് 4 റക്കാത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടാവും കേട്ടോ. ശേഷവും 4 8 റക്കാത്ത് ടോട്ടൽ സുന്നത്ത് നിസ്കാരം ഉണ്ടാവും. പിന്നെ ജുമാൻ്റെ ഖുതുബ, പിന്നെ ജുമാ നിസ്കാരം 2 റക്കാത്ത്. ഇതുണ്ട്, ഇതിപ്പോൾ സുന്നത്ത് നിസ്കാരം. ഇവിടെ പോലീസും കാര്യങ്ങളും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, ഗാർഡൊക്കെ ഫുള്ള് സെറ്റപ്പ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാൾ നിസ്കാരം പോലെയാണ് ഇവിടെ. ഇത്ര ആൾക്കാർ കുടിക്കുന്നുണ്ടോ. വലിയ പള്ളിയായിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പുറം നിറഞ്ഞു കവിഞ്ഞ് ഇങ്ങനെ ഇവിടെ നിസ്കാരം നടക്കുകയാണ്. എന്താ അല്ലേ, മാഷാ അല്ലാഹ്, അടിപൊളിയല്ലേ. ഇത് നമ്മളേറ്റവും ലാസ്റ്റ് ആവുമെന്ന് ഡൗട്ടുണ്ട്. കാരണം എന്താ പറയുക, ഇതിവിടെ തീരുന്നില്ല, അങ്ങോളം വരെ ഉണ്ട്. ഏകദേശം ഒരു 10-200 മീറ്റർ, 10-300 മീറ്റർ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ആൾക്കാർ പുറത്ത് നിസ്കരിക്കുന്നത്. ഞാൻ ഒളവെടുത്ത് വന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് ചോദിച്ചു, എടാ ഒളവെടുത്തിട്ട് വരണോ വേണ്ടി. അത് പറഞ്ഞാൽ അകത്തുണ്ടാവും ഒളവെടുക്കാൻ വേണ്ടി സ്ഥലം. ഇപ്പോൾ ഒളവെടുത്തില്ലെങ്കിൽ പണി കിട്ടിയാണ്. അവിടെ പള്ളിൻ്റെ ഇത് കണ്ടോ, അവിടെ ഡിജിറ്റൽ സ്ക്രീൻ കണ്ടോ, അതിൽ നിസ്കാരത്തിന് ടൈമൊക്കെ ഉണ്ടാവും കേട്ടോ. ഏതാ ഓരോ നിസ്കാരത്തിന് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ നമുക്കൊക്കെ അല്ലേ ഇനി നടക്കാൻ വയ്യ. അപ്പം ഇതുണ്ടോ, അങ്ങ് ബാക്കിലോളം വരെ ഉണ്ട്. അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ നമ്മളേതായാലും നിസ്കരിക്കട്ടെ. നിസ്കാരം കഴിഞ്ഞ് ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ കാണാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജുമാ നിസ്കാരം കഴിഞ്ഞു. ഇപ്പം ജുമാക്ക് ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇങ്ങനെ. ഇത് കണ്ടോ, ഇങ്ങനെ സൈഡിൽ പോകുമ്പോഴേ ഇതിൻ്റെ ഒരു ശരിക്കും ഈ ഒരു യൂണിറ്റി എന്ന് പറയാം. നമ്മൾ അച്ചടക്കം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ശരിക്കും ഇപ്പോഴാണ് അത് ഫീൽ ചെയ്യുക. നമ്മളിപ്പം പള്ളീൻ്റെ അകത്തുനിന്നൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ സൈഡ് വ്യൂ കറക്റ്റ് കിട്ടില്ല. പക്ഷേ ഇതുണ്ടോ,
വരച്ച വര പോലെ എല്ലാവരും ഷൂസൊക്കെ പുറത്തിങ്ങനെ മാറ്റി വെച്ച് മുസലയിലിങ്ങനെ വിരിച്ച് ലൈനായിട്ട് നിസ്കരിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? പിന്നെ നല്ല അടിപൊളി ഓത്താട്ടോ. നമ്മുടെ നാട്ടിലെ സെയിം ഇപ്പോൾ നമ്മൾ ഖുത്തുബയൊക്കെ കേൾക്കുമ്പോഴേ ശരിക്കും നാട് ഫീൽ ചെയ്യും. നാട്ടിലെ സെയിം എന്താ പറയുക, ആ ഒരു ഈഴത്തിന് നല്ല തജ്വീദോടുകൂടിയുള്ള ഇതായിരുന്നു, ഓത്തായിരുന്നു. ഖിറാത്തൊക്കെ അടിപൊളിയായിട്ട്. എന്തായാലും ഖുത്തുബയും നല്ല അടിപൊളി ഖുത്തുബയായിരുന്നു. നമ്മുടെ നാട് മിസ് ചെയ്തിട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ ഇതിനു മുമ്പ് ജുമാ ഇവിടെ അങ്ങനെ കൂടിയില്ല. കാരണം ഇത് ഇപ്രാവശ്യം നമ്മളുടെ പുതിയൊരു ഹോസ്റ്റൽ, നമ്മൾ ഇപ്രാവശ്യത്തേക്ക് മാറിയ പുതിയ ഹോസ്റ്റൽ ഇവിടെ അടുത്താണ്. അപ്പം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഹോസ്റ്റൽ നമ്മൾ വേറെ കുറച്ച് ദൂരമായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ആ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ചെറിയ പള്ളിയാണ്. അപ്പോൾ അവിടെ പിന്നെ ഇങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അതായിരുന്നു വ്യത്യാസം. അപ്പോൾ ആ ഹോസ്റ്റലായതുകൊണ്ട് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്തുള്ള ചെറിയ പള്ളിയായതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് ഓതി തീർക്കും. ഈ ഖുതുബ ഇതെല്ലാം ചടപട എന്നാണ്. വലിയ തജ്വീദോടുകൂടി അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി തന്നെ. ഇപ്രാവശ്യം ഇവിടത്തേക്ക് വന്നപ്പോൾ എൻ്റെ നമ്മുടെ ഹോസ്റ്റൽ പുതിയ വലിയ ബിൽഡിങ്ങിലേക്ക് മാറി. ആ ഹോസ്റ്റലിലേക്ക് ഞാൻ ഇതുവഴി പോയും വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ പള്ളി കാണാറുണ്ട്. അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു എന്തായാലും ഈ പള്ളിയിൽ കയറണം, ജുമാ നിസ്കരിക്കണം. കാരണം നമ്മുടെ ഹോസ്റ്റലിൽ അത്യാവശ്യം നടക്കാനുണ്ട്. ഇവിടത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ള പള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു കേട്ടോ, വേറൊരു പള്ളിയുണ്ട് അടുത്ത് തന്നെ. പക്ഷെ അത് ചെറിയ പള്ളിയാണ്. അപ്പോൾ ആ ചെറിയ പള്ളിയിലായിരുന്നു ബാക്കിയുള്ള നിസ്കാരമൊക്കെ അവിടെ പോകേണ്ടി വരും. എന്തായാലും നമ്മുടെ റമളാൻ അടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഈ വരുന്ന 11-ാം തീയതി 11-ാം തീയതി പറയുമ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് നോമ്പ് പകുതിയാവും. വരുന്ന തിങ്കളാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നോമ്പ് ഇവിടെ തുടങ്ങുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നോമ്പിൻ്റെ ദിവസങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയായിരിക്കും ഇവിടുത്തെ നോമ്പ് എന്നൊക്കെ. പിന്നെ ശരിക്കും നല്ലൊരു വൈബാണ്. കസാക്കിസ്ഥാനിൽ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കസാക്കിസ്ഥാനിലെ ഖുതുബ ഇവിടുത്തെ ഖുതുബയും നല്ല വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഒരുവിധം നാട്ടിലെ ഖുതുബയായിട്ട് താരതമ്യേന ചേർന്ന് വരുന്ന രീതിയിലാണ്. ഖുതുബയുടെ ഇതാണ് ഖുതുബ ഓതുന്നതാണെങ്കിലും അറബിയിലും കാര്യങ്ങളൊക്കെയാണ്. കസാക്കിസ്ഥാനിൽ കുറച്ച് ചെറിയ ഭാഗം മാത്രമേ, ബാക്കി ഫുള്ളും അവർ റഷ്യൻ ഭാഷയിലൊക്കെ കസാക്ക് ഭാഷയിലൊക്കെയാണ് സംസാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളിയില്ലേ, അങ്ങ് അവിടെ കണ്ടോ ഒരു മിനാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള പള്ളി. അവിടുന്ന് ഇവിടത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഓക്കെ, അവൻ വെള്ളം റീഫിൽ ചെയ്യട്ടെ. പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് ഇൻ്റർനാഷണൽ വുമൻസ് ഡേയും കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് പിള്ളേർക്കൊക്കെ അവധിയാണ്. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് മാത്രമല്ല, ഇന്ന് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ അവധിയാണ്. പിന്നെ വേറൊരു സംഗതി വെച്ചാൽ ഇവിടെ ഈ ജുമാ ദിവസങ്ങളിൽ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഇവിടുത്തെ A to Z സംഗതി പല സംഗതികളിലും വെള്ളിയാഴ്ച ദിവസം ഒരുപാട് ഓഫറും കാര്യങ്ങളും ജുമാ ഓഫറാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഗതി, ഇപ്പോൾ റീചാർജ് ചെയ്യുന്നതിന് പോലും അതിന് ഓഫർ ഉണ്ടാവും. ഓക്കെ, മൊബൈൽ റീചാർജിന് പോലും ഓഫറുള്ള ദിവസമാണ്. എല്ലാത്തിനും ഓഫറാണ്. ഏത് സംഗതിയാണെങ്കിലും അതിന് ഓഫർ ഉണ്ടാവും വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഒരു ദ്വാ ചെയ്യുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ജുമാ വിശേഷങ്ങൾ ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ജുമയൊക്കെ കണ്ടിട്ടുള്ള ഒരു പക്ഷേ എങ്ങനെയായിരിക്കും ഉസ്ബെക്കിസ്ഥാൻ്റെ ജുമ എന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.